പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ ജോൺസിന എന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനെ ആക്രമിച്ചുകൊണ്ട് R-Truth തിരികെ വന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ R-Truth എന്ന് പറയുന്ന താരം തിരികെ വന്നത് ഇത്രയും വലിയ ചർച്ചാ വിഷയമാകാനുള്ള കാരണം 4-5 ദിവസങ്ങൾക്ക് മുൻപാണ് R-Truth തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ WWE കരാർ അവസാനിച്ചു, താൻ കരാർ പുതുക്കുന്നില്ല, തന്നെ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിട്ടത്. അതൊരു സ്ക്രിപ്റ്റ് പ്രകാരമുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും ആയിരുന്നില്ല. ജോൺസിന, CM പങ്ക്, റിയ റിപ്ലി അങ്ങനെയുള്ള ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന എല്ലാ സൂപ്പർ താരങ്ങളും R-Truthനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി. R-Truthനെ മിസ്സാകും, അദ്ദേഹം വലിയ മനസ്സുള്ളൊരു ആളാണ്, അദ്ദേഹം വലിയ ബഹുമാനം അർഹിക്കേണ്ട ആളാണ്, അദ്ദേഹവുമായി വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. R-Truth തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിട്ടപ്പോൾ അത് WWEയുടെ ഉള്ളിലും പുറത്തും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. ആരാധകർക്കിടയിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾക്കുപരി WWE കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സും സ്റ്റാഫുകളും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. അത് TKO എന്ന് പറയുന്ന കമ്പനി മനസ്സിലാക്കിയത് കൊണ്ടാണ് R-Truthനെ ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. തിരികെ കൊണ്ടുവന്ന ഉടനെ തന്നെ ജോൺസണെതിരെയുള്ള മത്സരത്തിൽ ഇൻ്റർഫിയറൻസ് നടത്തിച്ച് ജോൺസണയുടെ ടീം പരാജയപ്പെടുന്ന രീതിയിലേക്കും R-Truthൻ്റെ ആ ഒരു മൊമെൻറ്റ് നയിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ട്രിപ്പിൾ എച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ക്രിയേറ്റീവ് ടീം R-Truthനെ തിരികെ കൊണ്ടുവരാം എന്നുള്ള തലത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. അതിനു മുൻപ് വരെ R-Truthൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ തുടങ്ങിയപ്പോൾ ട്രിപ്പിൾ എച്ച് ട്രാക്ക് മാറ്റിപ്പിടിച്ചു. R-Truthനെ തിരികെ കൊണ്ടുവന്നുകൊണ്ട് ട്രിപ്പിൾ എച്ചിനെതിരെയും TKO എന്ന് പറയുന്ന കമ്പനിക്കെതിരെയും WWE തീരുമാനങ്ങൾക്കെതിരെയും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ആരാധകരെ ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് R-Truthനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ട്രൂത്തിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും ട്രൂത്തിൻ്റെ റിട്ടേൺ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ടുണ്ട്, വലിയ രീതിയിൽ ആരാധകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ WWEയുടെ ബാക്ക് സ്റ്റേജിലും അതുപോലെ തന്നെ WWEയുടെ ആരാധകർക്കും വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് വൈബായിട്ട് R-Truthൻ്റെ റിട്ടേൺ മാറിയിട്ടുണ്ട്. ട്രിപ്പിൾ എച്ചിനോട് പ്രസ് കോൺഫറൻസിൽ R-Truthൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് ചോദിച്ചൊരു ചോദ്യത്തോട് ട്രിപ്പിൾ എച്ച് പറഞ്ഞത് ഇതെല്ലാം ഷോയുടെ ഭാഗമാണ് എന്നാണ്. അതായത് R-Truth പുറത്തേക്ക് പോകുന്നു, റിലീസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ അവർ സ്ക്രിപ്റ്റ് പ്രകാരം തയ്യാറാക്കിയ ഒരു തീരുമാനമായിരുന്നു എന്നൊക്കെയാണ് ട്രിപ്പിൾ എച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ട്രൂത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞതാണ്. ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പൊട്ടിത്തെറി കാരണമാണ് ട്രൂത്തിനെ തിരികെ കൊണ്ടുവന്ന് ജോൺസണെതിരെയുള്ള സ്റ്റോറിയിൽ ഇപ്പോൾ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ട്രൂത്ത് തിരികെ വന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. WWE ആരാധകർ ശ്രമിച്ചാലും WWEക്ക് കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ട്രൂത്തിൻ്റെ തിരിച്ചുവരവ്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ഇനി നമുക്ക് എന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സൂപ്പർ താരമായ OTC റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലാണ് വാർത്തകളെല്ലാതും പുറത്തേക്ക് വന്നിരുന്നത്. എന്നാൽ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിച്ചപ്പോൾ റോമൻ റെയിൻസിൻ്റെ ആരാധകരെ സംബന്ധിച്ചും റിട്ടേൺ കാത്തിരുന്ന ആരാധകരെ സംബന്ധിച്ചും നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് ആണ് ലഭിച്ചത്. റോമൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതിലുപരി റോമൻ റെയിൻസിൻ്റെ എതിരാളിയായിട്ടുള്ള സെത്ത് റോളിൻസ് മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക് 2025 ആകുകയും ചെയ്തു. സെത്ത് റോളിൻസിന് വെല്ലുവിളി ഉയർത്താൻ CM പങ്കോ റോമന് വരാതിരുന്നത് വലിയ രീതിയിലുള്ള ഒരു നിരാശ സമ്മാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ഇനി എന്ന് പ്രതീക്ഷിക്കാമെന്നുള്ള തലത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസിന് മത്സരം ഉള്ളത് കൊണ്ട് തന്നെ റോമൻ റെയിൻസ് അതിന് മുൻപ് റിട്ടേൺ ചെയ്യണം. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡ് അങ്ങനെയായിരുന്നു പുറത്തേക്ക് വന്ന വാർത്തകളെല്ലാം. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അവസാനിച്ചു. റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനി ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. റോ എപ്പിസോഡിൽ റോമൻ റെയിൻസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ 100% ഉറപ്പ് പറയുന്നില്ല. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ജെ ഊസോ അദ്ദേഹത്തിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഗുന്തർ എന്ന നമ്പർ 1 കണ്ടൻഡറിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മത്സരം മെയിൻ ഇവൻറ്റിൽ വരുന്ന സമയത്ത് ഈ മത്സരത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞിട്ട് മിസ്റ്റർ മണി ഇൻ ദ ബാങ്കായ സെത്ത് റോളിൻസ് MATB ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. അവിടെ ഒന്നെങ്കിൽ CM പങ്കിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ റോമൻ റെയിൻസിൻ്റെ റിട്ടേണോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടക്കുകയും ക്യാഷിൻ ശ്രമം പാളിപ്പോക്കുകയും ചെയ്യും.
ക്യാഷ് നടത്തിയതിന് ശേഷം പങ്കും റോമനും തിരികെ വന്നാൽ അത് ബ്രീഫ് കേസ് സെത്ത് വിജയിച്ചതിന് കൃത്യമായിട്ടുള്ള ഒരു മൊമെൻറ്റം അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ക്യാഷിൻ നടത്താൻ പോകുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു സമയത്ത് തന്നെ റോമൻ റെയിൻസോ അല്ലെങ്കിൽ CM പങ്കോ ഒരു നടപടിയെടുത്ത് മുന്നോട്ടേക്ക് വന്നാൽ അത് ആ സ്റ്റോറി കുറച്ചും കൂടി ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ബ്രീഫ് കേസ് നഷ്ടപ്പെടാതെ തന്നെ റോമൻ, സെത്ത് തുടങ്ങിയവർക്കെതിരെയുള്ള സ്റ്റോറി ചെയ്യാൻ സെത്തിന് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട്. ഇനി അതാണൊരു പ്രതീക്ഷയുള്ളത്. റോമൻ ചൊവ്വാഴ്ച നടക്കുന്ന റോയിൽ റിട്ടേൺ ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നില്ല, സാധ്യതകൾ മാത്രമാണ്. എന്തായാലും സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസിന് മത്സരമുണ്ട്. അതിന് മുൻപ് റോമൻ റെയിൻസിൻ്റെ റിട്ടേണും സെത്തിനെതിരെയുള്ള സ്റ്റോറിയും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതിൽ പ്രതീക്ഷയുമുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.